മാന്യ പ്രേക്ഷകർക്ക് പരലോകം ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു മുഖ്യ അതിഥി എത്തിയിട്ടുണ്ട്. വാക്കുകളെ കക്ഷത്തിൽ വെച്ച് അമ്മാനമാടുന്ന ഒരു പ്രശസ്ത കവിയാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമോ അല്ല, താങ്കൾ പറഞ്ഞല്ലോ ഞാൻ അക്ഷരങ്ങൾ കക്ഷത്ത് വെച്ച് അമ്മാനെ പാടുന്ന ആളാണെന്ന്. അതൊന്ന് വിശദീകരിക്കാമോ? സാറേ, അതിന്റെ വിശദീകരണം എന്ന് പറയുമ്പോൾ, സാറ് കവിതകളും മറ്റുമെല്ലാം കോറിയിടുന്നത് സാറിന്റെ ഡയറിയിലാണ്. സാർ എപ്പോഴും ഈ ഡയറി കക്ഷത്ത് വെച്ചുകൊണ്ടാണല്ലോ നടക്കുന്നത്. അതുകൊണ്ടാണ് വാക്കുകളെ കക്ഷത്തിന് വെച്ച് അമ്മാനമാടുന്നത് എന്ന് ഞാൻ പറഞ്ഞു. സാർ എന്താ വേണ്ടി പിന്നെ വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ നേരത്തെ മരിക്കാമായിരുന്നല്ലോ. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? ഇവിടുത്തെ ജീവിതം അങ്ങനെയാണ്. ഇവിടെ നമുക്ക് വിശപ്പില്ല, ദാഹമില്ല, ഒന്നുമില്ല. ഇവിടെ പാൽ പായസമൊക്കെ ഇതിലെ നദികളിലൂടെ ഒഴുകുന്നെന്ന് ആവശ്യത്തിന് ആൾക്കാർ കുടിക്കില്ലയോ? ഇപ്പൊ കണ്ടല്ലോ അല്ലേ? പിന്നെ ആ നാട്ടിലുള്ളവരുടെ വിചാരമുണ്ട് ഇവിടെ നമ്മള് നശിച്ച് നരകത്തിൽ കിടന്ന്. ഇതൊക്കെ വെറുതെ ആൾക്കാർ പറയല്ലേ. നമുക്ക് ഇവിടെ ജീവിക്കുന്നത് പരം ഒരു സുഖം വേറെ എങ്ങുമില്ല. അതെ അതെ, ഞാൻ ഭയങ്കര സന്തോഷം. ഞാൻ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 15 വർഷത്തോളം. ഇപ്പൊ പിന്നെ എല്ലാം കൊണ്ടും കണ്ടില്ലേ, ശരീരമൊക്കെ വണ്ണം വെച്ച് മറ്റേ അവിടെ നിന്നപ്പോ ഓഞ്ഞിരുന്നതാണ്. ഇവിടെ പിന്നെ നമ്മളെ ഈ കടലിലൂടെ പോയി കഴിഞ്ഞാൽ നല്ല ഇഷ്ടം പോലെ മദ്യം അങ്ങ് ഒഴുകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പാൽക്കടലല്ലേ, പാൽക്കടൽ എങ്ങും പോയി ചോദിക്കണ്ട, ഇഷ്ടംപോലെ പാല് കിട്ടുന്നുണ്ടെല്ലാം കിട്ടും. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. സാർ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണ്? വരാനുള്ള ഒരു പ്രത്യേക കാരണം, അതായത് ഞാന് പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പത്രത്തില് എന്റെ കവിതയ്ക്ക് സ്റ്റേറ്റ് അവാർഡ്, പുളിങ്കുരു അവാർഡ്. ഓ ശരിയാണല്ലോ, ഇപ്പോഴത്തെ പുളിങ്കുരു അവാർഡ് സാറിനാണല്ലോ. അപ്പോ അത് നാഷണൽ അവാർഡിന് പോണം. അപ്പൊ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രദ്ധാപൂർവം വായിക്കുന്നതിനിടയിലാണ് എൻ്റെ അനിയൻ്റെ മോൻ്റെ വരവ്. യവന്റെ വരവ് കണ്ടപ്പോഴേ യവനൊരു MVD ആണെന്ന് എനിക്ക് തോന്നി. MVD അല്ല സാർ, MDMA. അതാണെന്ന് തോന്നി. കാരണം ഈ സംസാരത്തിലും നടത്തത്തിലും ഒക്കെ എന്തൊക്കെ ഒരു വ്യത്യാസം. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് വന്ന പാടെ എൻ്റെ കഴുത്തിൽ കിടന്ന സ്വർണം, ആ മാല വേണമെന്ന് പറഞ്ഞു. 5 പവൻ്റെ മാലയാ, അത് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മാല തരാൻ പറ്റില്ല, നീ ഇതുവരെ വാങ്ങിച്ച കാശൊക്കെ തന്നിട്ട് നീ മാല ചോദിച്ചോ, അപ്പൊ ഞാൻ മാല തരാം എന്ന് പറഞ്ഞു. അല്ല പറഞ്ഞ എന്തെങ്കിലും ഇതുണ്ടോ? ശരിയല്ലേ? അത് ശരി. അപ്പോ അവൻ ഒന്ന് ചിരിച്ചു. അവന് ചിരിയൊക്കെ നല്ല രസമുള്ള ചിരിയായിരുന്നു. അവൻ ചിരിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് ഒരു ചുറ്റി എടുത്ത് എന്നെ കാണിച്ചു. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അലമാര ശരിയാക്കാൻ അതൊരു ആണിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു, അവൻ കൊണ്ടുവന്നത് ശരിയാക്കാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അലമാര ശരിയാക്കണമല്ലോ, അതിനായിട്ട് യവൻ ചുറ്റിയായിട്ട് വന്നതെന്നാ. യവനെ നോക്കി ഞാനൊന്ന് ചിരിക്കുകയും ഒരൊറ്റ അടി. പിന്നെ ഒന്നും ഞാൻ അറിഞ്ഞില്ല. എനിക്ക് ഒന്ന് നിലവിളിക്കാൻ പോലും, ഒരു ഒച്ച വെക്കാൻ പോലും ഉള്ള സമയം കിട്ടിയില്ല. സുഖം വരണമായിരുന്നു കേട്ടോ.